കോടതി ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ വാഹനക്കടത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദി എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് കോടതി കസ്റ്റംസിനോട് ചോദിച്ച ചോദ്യം. അങ്ങനെ അല്ലെങ്കിൽ പലരുടെ കൈകളിലൂടെയാണ് ഈ വാഹനം ഇപ്പോൾ ഒടുവിലത്തെ ഹർജിക്കാരൻ്റെ ദുൽഖറിൻ്റെ കൈവശം എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദുൽഖർ എങ്ങനെ തെറ്റുകാരനാവും എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. അതിനനുസരിതമായ എന്തെങ്കിലും രേഖകൾ കസ്റ്റംസിൻ്റെ കൈവശം ലഭിച്ചിട്ടുണ്ടോ എന്നും കോടതി കസ്റ്റംസിനോട് ചോദിക്കുന്നുണ്ട്. ഇനി വ്യാജരേഖയാണ് ദുൽഖർ ഈ വാഹനത്തിൻ്റെതായി ഹാജരാക്കിയതെന്ന് കസ്റ്റംസിന് അടിപൊളി. കസ്റ്റംസിൻ്റെ അടുത്ത് കോടതി ചോദിച്ചത്, ആദരണീയനായ ബഹുമാനീയനായ കോടതി ജഡ്ജി ചോദിച്ചത്, ഈ വാഹനം എങ്ങനെ ദുൽഖർ സൽമാന്റെ കയ്യിലെത്തി? അതിന് ഇടയിൽ നിൽക്കുന്ന ആളുകളാണോ അതോ ഈ വാഹനം ഏറ്റവും അവസാനം 1, 2, 3 പേരുടെ കയ്യിൽ നിന്ന് മാറി വന്ന വാഹനം എടുത്തൊരു വ്യക്തിയാണോ കുറ്റവാളി എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ക്രിസംഗിക്കുട്ടനൊന്നും പറയാനില്ലായിരുന്നു അത്രേ. അതായത് നിശബ്ദനായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കേൾക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. കാരണം ഈ മൂപ്പന്മാർ പറഞ്ഞു കൊടുത്താൽ ഉന്നത കുലജാതന്മാർ പറഞ്ഞു കൊടുത്ത പരിപാടികൾ അവിടെ ഏറ്റില്ല. കാരണം കോടതി, ഞാൻ പറഞ്ഞു, കോടതി ഇരിക്കുന്ന